അങ്ങ് തെലുങ്ക് നാട്ടിൽ നിന്ന് നമ്മുടെ പവർ സ്റ്റാർ പവൻ കല്യാണിൻ്റെ ഏറ്റവും പുതിയ ചിത്രം, അതായത് ലോങ് അവൈറ്റഡ് ഫിലിം, അതായത് ഒരുപാട് നാളായി ഈ പടം. ഓജി അത് കിടപ്പുണ്ട്, അത് പെട്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് അതിനൊക്കെ മുമ്പേ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ട് ഇപ്പം പുള്ളി ഒരു രാഷ്ട്രീയ പോകുന്നുണ്ട്, മറ്റേ ഇടയ്ക്ക് പോകുന്ന ഒരുപാട് ഷെഡ്യൂൾ ബ്രേക്കും പരിപാടിയൊക്കെ ആയിട്ട് ഈ പടം ഒരുപാട് നീണ്ടുപോയൊരു സിനിമയാണ് ഹര ഹര വീരമല്ലു. ബേസിക്കലി ഹര ഹര വീരമല്ലു മലയാളികൾക്ക് വേണ്ടിയുള്ള സിനിമയാണെന്ന് പറയുന്നത്. സോ നമുക്ക് പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. സിനിമ ഈ മാസം തന്നെ റിലീസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ നമുക്ക് ട്രെയിലർ കണ്ടിട്ട് വരാം. അർജുൻ ദാസ് ఈ దేశ శ్రమ భాష పాదాల కింద నలిగిపోతున్న సమయం, ఒక వీరుడు కోసం ప్రకృతి పురుడు పోసుకుంటున్న సమయం. അറബിയല്ലേ? മുഗൾ ఎనిమిదో వాడు బయలుదేరాడు. వాడు ప్రాణాలతో ఢిల్లీ చేరుకోకూడదు. ഡൽഹി. ഓക്കെ സുൽത്താനെ. ജേണി ഫോർ ധർമ്മ ബിഗിൻസ്. ఇది నేను రాసే చరిత్ర. ആരാ ബോബി మరణ శాసనమా? ఈ భూమి మీద ఉన్నది ఒకటే కోహినూర్. കോഹിനൂറാണോ? കള്ളാണോ? వృత్తి తీసుకురావడానికి తిరుగులేని రామబాణం కావాలి. പുള്ളി എന്താ അങ്ങനെ നൈസായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ പെട്ടെന്ന്? അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുമല്ലോ. പുള്ളി മറ്റേ പടങ്ങളൊക്കെ ഉള്ളത് ലുക്കൊക്കെ തന്നെ അല്ലേ? ലുക്കിലൊന്നും മാറ്റമില്ല. ഓ കടുവ. బెబ్బుల్ని వేటాడే బెబ్బుల్ని చూస్తున్నాను. ബെബുൽ. సర్దుకోలేకపోతున్నాను, సాయం చేస్తావా? దశమి రోజు పంచమని విడిపించాలన్నమాట. నేను రావాలని చాలా మంది దేవుడికి దండం పెట్టుకుంటా ఉంటారు. സത്യരാജ് ഞാൻ കമലാസൻ വിചാരിച്ചു. వినాలి, వేరుములు చెప్పింది వినాలి. നാസറല്ലേ? നാസറൊക്കെ എല്ലാവരും ഉണ്ട്. എം കീരവാണി. ഓ హిందూ దేశం మీద ഹിന്ദു ദേശം. పవిత్రమైన మన చెడ్డ గర్వం కలిగిన വീഡിയോകള് ഒരു താടിയിൽ നിന്ന് അടുത്ത താടിയിലേക്ക് നമ്മളെ കർമാകൽ റൈസ്. ఇది కూడా ప్రజాపతికే చెట్టు. വല്ലാത്ത പവർ സ്റ്റാർ വൈബാ. ഫാസ്റ്റ് വണ്ണാണോ? കൊള്ളാം. വണ്ണോ. ക്ലൈമാക്സ് ആയിരിക്കും അല്ലേ? അല്ലല്ല, പാർട്ട് 1 എൻഡിങ് ആയിരിക്കും. ഞാൻ നിന്നെ തേടി വരുന്നു അവസാനമാണോ? ഫോക്സ്. ഒരു VFX ചെന്നായ ചാടിയെടുത്ത് തന്നെ വീണല്ലേ? 24-ാം തീയതി. ആക്ച്വലി കൃഷിൻ്റെ പടാ. കൃഷി നല്ലൊരു ഡയറക്ടറാണ്. നല്ല പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ കുറച്ച് ഇത് കുറച്ച് പാളിയൊരു അതെ ഇത് പവർ സ്റ്റാർ പടം. അതായത് പവർ സ്റ്റാറിനെ കൊണ്ട് അല്ല, ഈ പീരീഡ് പടം എടുത്താലും പുള്ളി മറ്റേ പ്രസന്റ് അല്ലേ പാളുക എന്നുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. അവിടെ അതൊന്നും വിഷയമല്ല. അവിടെ അത് റിയാക്ഷൻ. പടം പാളിയ പടത്തിനും നല്ല റിയാക്ഷൻ കിട്ടാം. പടം പാളിപ്പോയി. അത് തന്നെ ഇതിന്റെ പരിപാടി കാണുമ്പോൾ ട്രെയിലർ ലാസ്റ്റത്തെ മറ്റേ ഒരു ഇത് കിട്ടുന്നില്ല. ഗുമ്മില്ല, പവർ മറ്റേ ഒരു പ്രോപ്പർ ഫ്ലോ ഒന്നും ഇല്ല. ഒരു ഗുമ്മില്ലാത്ത പോലെ ഇവരിങ്ങനെ അല്ലേ എവിടെയൊക്കെ എന്തോ ഒരു ചെറിയ പ്രശ്നം ഇല്ലെന്ന് തോന്നുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. മറ്റേ എനിക്ക് ഇത് ഓർമ്മ നമ്മുടെ സൈറ നരസിംഹ റെഡ്ഡി. എനിക്കിത് കണ്ടാൽ അതിലും ബെറ്റർ ആയിരുന്നു. അതിലും ബെറ്റർ പടമായിരുന്നു. മറ്റേ പടം തോന്നി, മറ്റേ അമീർ ഖാൻ്റെ പടം തക്സ് ഓഫ് ഹിന്ദുസ്ഥാൻ ഒരു വൈബ് അടിച്ച്. അത് ഈ പറയുന്ന ഹിസ്റ്ററി എടുത്തിട്ട് അതിനകത്ത് ക്വേർക്കി ക്യാരക്ടേഴ്സും ഹിസ്റ്റോറിക്കലി അല്ല അതിൽ പ്രസന്റ് ചെയ്യുന്ന കുറച്ച് ഫണ്ണാക്കാൻ നോക്കുന്ന ടൈപ്പ് ഒരു ഇതും ഒറിജിനൽ ആയിരിക്കും ഈ ക്യാരക്ടർ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി. അതിനെ ഒരു ഫൺ കൊമേഴ്ഷ്യൽ പടമാക്കി. അതെ കൊമേഴ്ഷ്യൽ പടമാണ്. പുള്ളി മറ്റേ അറിയാമല്ലോ പവർ സ്റ്റാർ വരുന്നത്. പവർ സ്റ്റാർ എങ്ങനെയാണോ എല്ലാ പടത്തിലും വരുന്നത് അതേ വൈബ് തന്നെ പുള്ളിയുടെ. എനിക്ക് ബേസിക്കലി പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പുള്ളിയുടെ കുറേ പടങ്ങൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം എല്ലാ പടത്തിലും പുള്ളിയുടെ ഒരു സ്റ്റൈലുണ്ട്, അത്രേ ഉള്ളൂ. അല്ല അതിനപ്പുറത്തേക്ക് പുള്ളി വന്നിട്ട് ഭയങ്കര ഗംഭീര പരിപാടിയൊന്നും ചെയ്തില്ല. പുള്ളിയുടെ ഒരു പടവും കണ്ടിട്ടില്ലെന്ന് എൻ്റെ പഴയ കുശി കണ്ടോണ്ട്. പിന്നെ മറ്റേ നമ്മുടെ ബദ്രി, പിന്നെ മറ്റേ ഇത് ജൽസ,
ജൽസ, ഗബ്ബർ സിംഗ്, ബംഗാരം, ഗബ്ബർ സിംഗ്, പിന്നെ ഗബ്ബർ സിംഗിന് സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നില്ല, സർദാർ ഗബ്ബർ സിംഗ്. ഇപ്പം തേർഡ് പാർട്ട് വരുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് പാർട്ട് ഫ്ലോപ്പ് ആയിരുന്നു. അവന് നിർത്തുമെന്ന് പറഞ്ഞത് അതൊക്കെ രാഷ്ട്രത്തിൽ പോയപ്പോൾ എല്ലാവരും പറയുന്ന സാധനമായിരിക്കും, തിരിച്ചു വരില്ല. തേർഡ് പാർട്ട് മറ്റേ അത് തേർഡ് പാർട്ടാണോ? അല്ലല്ലോ, ആ ക്യാരക്ടർ ആണെന്നേ ഉള്ളൂ. ആണോ? പക്ഷേ തേർഡ് പാർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. പുള്ളി പക്ഷേ ജയിച്ചില്ലേ പുള്ളിയുടെ പാർട്ടി? പുള്ളി ജയിച്ചായിരുന്നു. എന്നിട്ടും ഇതിപ്പോ ഇതിന്റെ പ്രൊമോഷനൊക്കെ വരുന്നുണ്ടോ അറിയാം? ഇല്ല, പ്രൊമോഷൻ കാര്യമൊന്നും അറിയത്തില്ല. ഇപ്പൊ ഇതിന്റെ ഇത് ഡിലേ ആയത് തന്നെ ഈ ഒരു ഇലക്ഷൻ പരിപാടിയൊക്കെ വന്നതിന്റെ ശേഷമാണ് ഡിലേ ആയത് പടം തന്നെ. പിന്നെ അതുപോലെ ഓജി എന്ന് പറഞ്ഞ പടം അതും കുറേ സമയമായി. കാര്യം ഇതിങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന പോലെ ചെയ്ത് ആക്ച്വലി ബെറ്റർ ആയിരുന്നു. ബെറ്റർ പരിപാടികൾ. ഓജിയുടെ ഡയറക്ടർ ആണെന്നറിയോ? സാഹോയുടെ ഡയറക്ടർ സുജിത്ത്. സുജിത്. പക്ഷെ എന്നാലും അതിന്റെ ട്രെയിലർ എന്തോ ടീസർ എന്തോ ഇൻട്രൊഡക്ഷൻ അത് വലിയ സീൻ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര രസം, തമന ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ട്. സോ നമുക്ക് ഹരഹര വീരമല്ലു ജൂലൈ 24 റിലീസാണ്. അപ്പം നമുക്ക് വരട്ടെ പടം. ഏതായാലും മറ്റേ അത്യാവശ്യം വലിയ റിലീസ് ഉണ്ടാകുന്ന പടമായിരിക്കും. നമുക്ക് ഇവിടെ വന്നാൽ ഡെഫിനറ്റ്ലി കണ്ടു നോക്കാവുന്നതാണ്. രസമാണെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം അല്ലേ? എൻ്റർടൈനിങ് ആണെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം, ഒരു ഡിസ്കഷൻ നമുക്ക് ചെയ്യാം.